വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിരന്തരമായി ന്യൂനപക്ഷത്തെ വേദനിപ്പിക്കുന്ന പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂനപക്ഷത്തെ അല്ല, അതിൽ രാഷ്ട്രീയമായ കാര്യങ്ങളുണ്ട്, വർഗീയമായ പ്രശ്നങ്ങളുണ്ട്. അതിലൊക്കെ വേർതിരിവോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. വർഗീയമായ രീതിയിൽ കാണുന്ന ഒരു പരാമർശത്തോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ആര് പറഞ്ഞാലും യാതൊരു തരത്തിലുള്ള മമതിയുമില്ല. അത് വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെ അല്ല, അദ്ദേഹം പറയുന്നു. അപ്പൊ അദ്ദേഹം പറയുന്ന കാര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നു അദ്ദേഹം പറഞ്ഞത് ഒരു രാഷ്ട്രീയ കക്ഷിയെക്കുറിച്ചാണ്, ഞാൻ വെള്ളാപ്പള്ളി നടേശനെ തള്ളിക്കളയുന്നില്ല എന്ന് പറയുമ്പോൾ വെള്ളാപ്പള്ളി നടേശനെ എൻഡോഴ്സ് ചെയ്യാണ്. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് ഈ കേരളത്തിലെ സാമുദായിക പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന നവോത്ഥാന മുന്നണിയുമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരാളാണ്. ഇപ്പോൾ അദ്ദേഹം ഉണ്ട്, അതിൻ്റെ അകത്തുണ്ട്, അതുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരാളാണ് അദ്ദേഹം. ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മതനിരപേക്ഷ ധാരണയോടുകൂടി പറയുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് യോജിപ്പുണ്ട്. അങ്ങനെ അല്ലാതെ കാര്യങ്ങളൊന്നും യോജിപ്പില്ല. പിന്നെ വെറുതെ അതിൻ്റെ മേലെ കയറിയിട്ട് ചൊറയേണ്ട കാര്യമില്ല. അല്ല, വെള്ളാപ്പള്ളി നടേശൻ നവോത്ഥാന മൂല്യമുള്ള എന്തെങ്കിലും കാര്യം ഇന്നേ വരെ പറഞ്ഞിട്ടുണ്ടോ? നവോത്ഥാന മൂല്യമുള്ള നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറയുന്നതിനൊപ്പം തന്നെ അതല്ലാതെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ കാര്യത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ആ കാര്യവുമായി ബന്ധപ്പെട്ടതിനെ മാത്രമേ നമ്മൾ അംഗീകരിക്കുന്നു. അത്രയും പറ്റുള്ള കാര്യം. ഇതിലൊന്നും വേറെ സങ്കീർണത നിങ്ങൾ കുറെ ആളിങ്ങനെ പോലും ബോധ്യപ്പെടുന്നില്ല കേട്ടോ. ആർക്ക് ബോധ്യപ്പെടുന്നു ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൽ പറയുന്നുണ്ട്. CPI രണ്ടാമത്തെ വലിയ ഘടകം. അതാണ് ഞാൻ പറഞ്ഞത്. CPIക്ക് ബോധ്യപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലോ ഇവിടെ പ്രശ്നം. അപ്പൊ കൂടെ CPIക്ക് പോലും ബോധ്യപ്പെടാതെ ജനങ്ങൾക്ക് CPIക്ക് ബോധ്യപ്പെടാതെ അവർ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ബോധ്യപ്പെടാതെ ഒന്നുമില്ല പറഞ്ഞല്ലോ. പറഞ്ഞു ബോധ്യപ്പെടാതെ ഒന്നുമില്ലാന്ന് പറഞ്ഞു. അല്ല, CPI തന്നെ പറഞ്ഞു. കുമാരനാശാൻ ഇരുന്ന കസേരയിൽ ഇരുന്നുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. ആയിക്കോട്ടെ, അത് അദ്ദേഹം അതിനുശേഷം തിരുത്തി പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും തിരുത്തി പറഞ്ഞിട്ടില്ല. അതല്ലെങ്കിലും ഏതെങ്കിലും തിരിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. വെള്ളാപ്പള്ളി നടേശന്റെ കാര്യത്തിൽ CPM തമ്മിൽ ഒരു ധാരണയിൽ ഒരു തർക്കമില്ല. ഞങ്ങൾക്കൊരു തർക്കമില്ല. ഇനി നമുക്ക് തർക്കം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചാലും ആ തർക്കം ഉണ്ടാവില്ല. ഈ ബിനോയ് വിശ്വം പറഞ്ഞൊരു വാചകം, ഞാനായിരുന്നെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റില്ലായിരുന്നു എന്ന് പറഞ്ഞത് അതെല്ലാം കേട്ടിട്ടുണ്ട്. അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാനല്ലല്ലോ എന്ന് പറഞ്ഞല്ലോ, അത് മറുപടി കേട്ടില്ലേ? മാഷാണെങ്കിൽ കാറിൽ കയറ്റുമോ? ഞാനാന്നൊരു വെള്ളാപ്പള്ളി നടേശനെ കാറിൽ. ഞാൻ ഒരു കാര്യം ഞങ്ങൾ ഓർപ്പിച്ച് പറയാം ചർച്ചയിൽ. അതായത് സാങ്കല്പിക ചോദ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള സാങ്കല്പിക ഉത്തരവും അത് ഞാൻ പറയുന്നില്ല. അത് ഞാൻ മണ്ടേ പറഞ്ഞാണ്. സാങ്കല്പിക ചോദ്യത്തിന് സാങ്കല്പിക ഉത്തരം പറയാൻ ഞാനില്ല. അപ്പൊ ആ ചോദ്യത്തിന് പ്രസക്തിയില്ലാതെ ചോദ്യം, വെറുതെ ആവശ്യമില്ലാതെ ചോദ്യം ചോദിക്കുക. ശരി, കാര്യമില്ലാതെ ചോദ്യം ചോദിക്കുക. ഇപ്പൊ ജമാഅത്തെ എല്ലാം കാണിക്കുമോ നിങ്ങൾ? ഇതൊക്കെ കാണിക്കും.